എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അരിത്തമെറ്റിക് പ്രൊഫഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്സസൈസ് 5.1ഉം 5.2 ഒക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് എക്സസൈസ് 5.3 ആണ് ചെയ്യുന്നത്. അപ്പോൾ 5.3 എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചത് nth ടേം ഓഫ് എൻ AP കണ്ടുപിടിക്കാൻ. അതായത് nth ടേം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? n = a + n - 1 × d. ആ ഫോർമുല വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ nth ടേം ഒക്കെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിൽ കാണാൻ പോകുന്നത്, അതായത് 5.3 നമ്മൾ ചെയ്യുന്ന ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ AP. അപ്പോൾ എങ്ങനെയാണ് സമ്മ് കണ്ടുപിടിക്കാൻ? അതായത് ഇവിടെ രണ്ട് ഫോർമുലയുണ്ട് സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ AP. n ടേംസ് കാണാൻ വേണ്ടിയിട്ട് സം എന്ന് പറയുന്നത് Sn = n/2 × 2a + n - 1 × d. ഇതാണ് നമ്മുടെ ഫോർമുല. രണ്ട് ഫോർമുലയുണ്ട്. അതായത് ഇതിൽ നമുക്ക് ലാസ്റ്റ് ടേം അറിയില്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഫോർമുല സമ്മ് കാണാൻ വേണ്ടിയിട്ട് n/2 × 2a + n - 1 × d. ഇനി ലാസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ Sn എന്ന് പറയുന്നത് n/2 × a + n. അപ്പോൾ ഈ രണ്ട് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സമ്മ് കണ്ടുപിടിക്കുന്നത്. എക്സസൈസ് 5.3 എന്താണെന്നുള്ളത് നോക്കാം. Find the sum of first n terms from the following AP. First question 2, 7, 12 up to 10 terms. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2, 7, 12 ഇവിടെ to 10 terms എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതായത് to 10 terms എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ n = 10 ആണ്. n 10, a എന്ന് പറയുന്നത് 2, d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 - 2 = 5. അപ്പോൾ നമ്മൾ ഫോർമുല ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം അറിയില്ല. അപ്പോൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. Sn = n/2 × 2a + n - 1 × d. അപ്പോൾ Sn എന്ന് പറയുന്നത് ഇവിടെ n 10 ആണ്. അപ്പോൾ S10 = 10/2 × 2 × 2 + 10 - 1 × d എന്ന് പറയുന്നത് 5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ ഇവിടെ 5 × 4 + 9 × 5 45 + 4 49. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 5 × 49. 5 × 49 എന്ന് പറഞ്ഞാൽ 45 245. S10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 245 ആണ് കിട്ടുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? -37 - 33 -37 - 33 -29 to 12 ടേംസ് ആണ്. അപ്പോൾ n = ഇവിടെ 12, n = 12, a = -37, d = -33 - -37. അപ്പോൾ -33 - 37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് a2 - a1 ആണ്. അപ്പോൾ -33 + 37 = 4. S12 ആണ് കണ്ടുപിടിക്കേണ്ടത്. S12 = അതായത് n ഇവിടെ 12/2, n 12 ആണ്. അപ്പോൾ 12/2 × 2a 2 × -37 + n - 1 12 - 1 × d 4 = 6 × -74 + 11 × 4 44. = 6 × 74 44 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ -30 = -180. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ -180. അടുത്തത് ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0.6 1.7 2.8 0.6 1.7 2.8 to എത്ര ടേംസ് ആണ്? 100 ടേംസ്. ഇവിടെ n = 100, n = 100, a = 0.6. അതുപോലെ d എന്ന് പറയുന്നത് 1.7 - 0.6. 0.7 - 0.6 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ മൈനസ് ചെയ്യാം. 1.7 - 0.6 1.1, d 1.1 ആണ്. ഇതിൽ d 1.1, a 0.6, s 100 = 100/2 ×
ഇവിടെ എ എന്ന് പറയുന്നത് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 0.6 പ്ലസ് n മൈനസ് 1 100 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 1.1. അപ്പോൾ ഡി 1.1. അപ്പോൾ 100/2 എന്ന് പറയുമ്പോൾ 50 ഇൻറ്റു 2 ഇത് 1.2 ആയി. 0.6 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 പ്ലസ് 99 ഇൻറ്റു 1.1. അപ്പോൾ ഇവിടെ 99നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9999 10. അപ്പോൾ 108.9 ആണ് വരുന്നത്. 50 ഇൻറ്റു 1.2 പ്ലസ് 108.9. 108.9 1.2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 110.5 അത് ഇൻറ്റു 5 ചെയ്യുമ്പോൾ 505. അപ്പോൾ ഇവിടെ 50 കൊണ്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 55050 എന്ന് വരും. 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് ഇടുന്ന സമയത്ത് എന്താ ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ ഇവിടെ അപ്പോൾ 5505 ഇതാണ് ഇതിൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ 1/15 1/12 1/15 1/12 പിന്നെ എന്തൊക്കെയാണ് 1/10 to 11 ടേംസ്. അപ്പോൾ ഇവിടെ n ഈക്വൽ ടു 11, a ഈക്വൽ ടു 1/15, d ഈക്വൽ ടു d എന്താവും 1/12 മൈനസ് 1/15. ഇവിടെ 12ന്റെയും 15 കോമൺ ആയിട്ട് വരുന്നത്, അതായത് 60 ആണ് LCM വരുന്നത്. 12ഉം 15ഉം കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് എടുത്താൽ മതി. 12നും 50 3 4 3s are 12 5. അപ്പോൾ 20 ഇൻറ്റു 3 60 ആണ് LCM. അപ്പോൾ ഇവിടെ 12 ആണെന്നുള്ളത്. 12 60 ആണെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5നെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 മൈനസ് 15 ഉണ്ട്. 5 ഇൻറ്റു 3 15. 4 വേണം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 60 ആകുക. അപ്പോൾ ആ 4 മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഇവിടെ 1/60 ആണ് നമുക്ക് കിട്ടുന്നത്. ഡി 1/60. D 1/60, A 1/15, N 11. S11 equal to 11/2 into 2A. A എന്ന് പറയുന്നത് 1/15 പ്ലസ് N minus 1. N minus 1 into D എന്ന് പറയുന്നത് 1/60. അപ്പോൾ ഇവിടെ 11/2 into 2/15 പ്ലസ് 11 minus 1 10. 10/60. അപ്പോൾ ഇവിടെ 60 നമ്മൾ ക്യാൻസൽ ചെയ്യാൻ നിൽക്കേണ്ട. ഇവിടെ പിന്നെ LCM എടുക്കേണ്ടതാണ്. അപ്പോൾ 11/2 ഇൻറ്റു 60 LCM ആയിട്ട് വെക്കുക. ഇത് 60 ആണെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 4ന് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 4 8. 8 പ്ലസ് 10. ഇവിടെ 60 തന്നെയാണല്ലോ. അപ്പോൾ അതിനെ മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 11/2 ഇൻറ്റു 18/60 ആണ് വരുന്നത്. 18/60 എന്ന് പറയുമ്പോൾ ഇവിടെ 9. ഇതിൽ നമുക്ക് ഇനി ഇതിനെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 20. ഇവിടെ 3. അപ്പോൾ 33/20 ആണ് ആൻസർ കിട്ടുന്നത്. 33/20 ആൻസർ. അതിൽ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദ AP. 7 പ്ലസ് 10 1/2 പ്ലസ്, അതായത് 7 പ്ലസ് 10 1/2 പ്ലസ് 14 പ്ലസ് പ്ലസ് 84. ഇവിടെ നമുക്ക് അതായത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഫ്രോം ദ ഫോളോയിങ്, അതായത് ഫ്രം ദ APs ഗിവൺ ബിലോ എന്നാണ് പറയുന്നത്. ഈ APയുടെ
ഫസ്റ്റ് n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ നമുക്ക് ഇത് ലാസ്റ്റ് ടേം ആണ് തന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടില്ല? n തന്നിട്ടില്ല. അപ്പൊ n നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ 7 + 10/2 ഇങ്ങനെയാണ് ഒരു AP തന്നിട്ടുള്ളത്. ഇതിന്റെ ഫസ്റ്റ് n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. n തന്നിട്ടില്ല. ഇവിടെ എന്തൊക്കെ നമുക്കറിയാം? a = 7, d എന്ന് പറയുന്നത് 10 1/2 - 7. അപ്പൊ ഈ 10 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 20 + 1 21 21/2 - 7. ഇത് ഇപ്പൊ 21 - 14/2 that is equal to 7/2. d 7/2 കിട്ടും. അപ്പൊ d 7/2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ n അറിയില്ല. അപ്പൊ n കണ്ടുപിടിക്കാൻ വേണ്ടി an = a + n - 1 × d. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് n കണ്ടുപിടിച്ചതിന് ശേഷം sn കണ്ടുപിടിക്കണം. അപ്പൊ an എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? 84. ലാസ്റ്റ് ടേം 84 തന്നിട്ടുണ്ട്. 84 = ഇവിടെ നിങ്ങൾ n = 84 എന്ന് എഴുതും. n 84 ആവുമ്പോൾ a 7 + n - 1 × 7/2. അപ്പോൾ ഇവിടെ 84 - 7 = n - 1 × 7/2. അപ്പോൾ ഇവിടെ നമുക്ക് 77 = n - 1 × 7/2. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാം. n - 1 എന്ന് പറയുന്നത് 77 / 7/2. / 7/2 എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ ആയിട്ട് എഴുതുക 7 × 2. അപ്പോൾ ഇവിടെ 11 22 വരും. അപ്പോൾ n - 1 ആണ് 22. n എന്ന് പറയുന്നത് 22 + 1 = 23. n 23 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് sn ആണ് കണ്ടുപിടിക്കേണ്ടത്. sn എന്ന് പറയുന്നത് sn അതായത് S23 = ഇവിടെ നമുക്ക് n/2 sn = n/2 × a + l. ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. കാരണം ലാസ്റ്റ് ടേം അറിയാം. അപ്പൊ S23 എന്ന് പറയുന്നത് n/2 23/2 × a എന്ന് പറയുന്നത് 7 + l എന്ന് പറയുന്നത് 84. അപ്പോൾ ഇവിടെ നമുക്ക് 23/2 × 91. അപ്പോൾ ഇതിനെ നമുക്ക് ക്യാൻസൽ ആയി പോകില്ല. 91 × 23 ചെയ്തിട്ട് അങ്ങനെ വെച്ചാൽ അപ്പോൾ 3 27 280 2093/2 കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ ടേംസ് 10 ടേംസ് 12 ടേംസ് അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ n ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് n തന്നിട്ടില്ല. അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ലാസ്റ്റ് ടേം തന്നതിൽ നിന്ന് നമ്മൾ ആദ്യം n കണ്ടുപിടിക്കും. അതിനുശേഷം ലാസ്റ്റ് ടേം അറിയുകയാണെങ്കിൽ നമുക്ക് sn കാണാനുള്ള ഫോർമുല sn = n/2 × a + l. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. a + l സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. l എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അതിൽ second question 34 + 32 + 30 34 + 32 + 30 + etc. + 10 ആണുള്ളത്. അപ്പോൾ ഇവിടെ an = 10, a = 34, d = 32 - 34 = -2. d -2 ആണ് ഉള്ളത്. ഇനി an = a + n - 1 × d. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. 10 = 34 + n - 1 × d -2. അപ്പോൾ ഇവിടെ 10 - 34 = n - 1 × -2. അപ്പോൾ -24 = n - 1 × -2. n - 1 = -24/-2. It is equal to ഇത്ര ഒരു നെഗറ്റീവ് ക്യാൻസൽ ആവും, 12 കിട്ടും. n = 12 + 1 13. ഇനി sn എന്ന് പറയുന്നത് n/2, അതായത് S13 ആണ് നമുക്ക് കാണേണ്ടത്. 13/2 × a എന്ന് പറയുന്നത് 34 + l എന്ന് പറയുന്നത് 10. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 13/2 × ഇവിടെ 44 വരും. 44 നമ്മൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 22. അപ്പോൾ 13 × 22 ചെയ്യുക. 6 2 6 2 286. അപ്പോൾ S13 എന്ന് പറയുന്നത് 286 ആണ് കിട്ടുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് n13 S13 എന്ന് പറയുന്നത് 286 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് സെക്കൻഡിൽ.
അതുകൂടി നോക്കാം. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് -5 -8 -11, അതായത് -5 പ്ലസ് -8 പ്ലസ് -11 ടു -230 ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലും നമ്മൾ n കണ്ടുപിടിക്കണം. n കാണാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരേപോലെ തന്നെ n കാണണം. an ഈക്വൽ ടു -230, a ഈക്വൽ ടു -5, d ഈസ് ഈക്വൽ ടു -8 -5 എന്ന് പറയുമ്പോൾ +5 ആവും. അപ്പോൾ -3, d -3യും a -5ഉം an -230. അപ്പോൾ an ഈക്വൽ ടു a പ്ലസ് n -1 ഇൻറ്റു d. അപ്പോൾ a എന്ന് പറയുന്നത് -230 ഈക്വൽ ടു a എന്ന് പറയുന്നത് -5 പ്ലസ് n -1 ഇൻറ്റു d എന്ന് പറയുന്നത് -3. അപ്പോൾ ഇവിടെ -230 +5, ഈ -5 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ +5 ഈക്വൽ ടു n -1 ഇൻറ്റു -3. അപ്പോൾ ഇത് -225 ഈക്വൽ ടു n -1 ഇൻറ്റു -3. n -1 ഈക്വൽ ടു -225 ഡിവൈഡ് ബൈ -3. അപ്പോൾ മൈനസ് ക്യാൻസൽ ആയി. 7 3s are 21, 15 5 75. n ഈക്വൽ ടു 75 പ്ലസ് 1 ഈക്വൽ ടു 76. n 76 കിട്ടിക്കഴിഞ്ഞാൽ S76 ഇസ് ഈക്വൽ ടു 76/2 ഇൻറ്റു a എന്ന് പറയുന്നത് -5 പ്ലസ് l എന്ന് പറയുന്നത് -230. അപ്പോൾ ഇതിൽ 76/2 എന്ന് പറയുമ്പോൾ 3 2s are 6 8 38 -235. ഇതിനെ രണ്ടിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 235ഉം 38ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 28 2 15 1 0 89, അതായത് -8930 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നോക്കി കണ്ടുപിടിക്കുക. അതായത് ഇതിൽ ഈസിയാണ്. നമുക്ക് കുറച്ച് വേർഡ് പ്രോബ്ലം ഒക്കെ ഈ എക്സസൈസിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സസൈസ് കുറച്ച് എളുപ്പമുള്ളതാണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.